ഫുഡാണ് 50%. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ കുറവും ക്വാണ്ടിറ്റി വളരെ കൂടുതലും. എന്താണോ നമുക്ക് വേണ്ടത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് അന്നജം നമ്മൾ ഇൻടേക്ക് വളരെ കൂടുതലും, പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ, പ്രോട്ടീനും ഫാറ്റും ഒക്കെ വളരെ കുറവാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാറ്റ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ കേട്ട സ്റ്റോറി എന്താണ്, അയ്യോ വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ ഇറങ്ങിയ സമയത്ത് ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ടയാണ്. സൺഫ്ലവർ ഓയിൽ എല്ലാവരെയും കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി ഈ വെളിച്ചെണ്ണ ഭയങ്കര മാരകമായ പ്രശ്നമാണ്, നമ്മൾ സൺഫ്ലവർ ഓയിലിലേക്ക് മാറുമെന്നും പറഞ്ഞ് ചില കമ്പനികൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ട എന്ന് മാത്രമല്ലാതെ ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫാറ്റ്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫാറ്റ് വേണ്ടത് നമ്മുടെ ബ്രെയിനാണ്. കൊളസ്ട്രോൾ ചീത്തയാണെന്ന് നമ്മൾ പറയുന്നത്. കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ്. അത് കഴിക്കാനുള്ള കൊഴുപ്പ് കൂടിയ ആഹാരം കഴിക്കണം. നമ്മളൊക്കെ ഒത്തിരി കളഞ്ഞിട്ടുണ്ട്. ഈ മുട്ട, എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ എഗ്ഗിൻ്റെ ഉണ്ണി കഴിക്കാൻ പാടില്ല, വൈറ്റ് മാത്രം കഴിച്ചിട്ട് ഇത് മുഴുവൻ ദൂരെ കളയും, ഉടനെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടുക. എന്തുമാത്രം നമുക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് സഹിക്കുകയില്ല, അത്രയും ദണ്ണമുണ്ട് എന്തുമാത്രം കളഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ. ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ സാധനം മുഴുവൻ കൊണ്ട് കളയുക. വെളിച്ചെണ്ണ, മുട്ട, ഫുള്ളായിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ഫുഡിൻ്റെ ഭാഗമാക്കുക. പ്രോട്ടീൻ നമ്മൾ വളരെ കുറവാണ് കഴിക്കുന്നത്. പ്രോട്ടീൻ കൂട്ടുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. ആഹാരത്തിൻ്റെ കറക്ഷൻ, നമ്മൾ രാത്രി കാലത്തെ ആഹാരമാണ്. പകൽ വരെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. രാത്രി സന്ധ്യ വൈകിയാൽ കഴിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് കഴിക്കുക. പരമാവധി കഴിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. 16 മണിക്കൂർ ഫുഡ് കട്ട് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ബെറ്ററായിട്ട് വർക്ക് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. നല്ലൊരു ഒരു 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 ബാലൻസ്ഡാണ്. കാരണം നമ്മുടെ അവയവങ്ങൾക്കും റെസ്റ്റ് വേണ്ട. ഇങ്ങനെ ത്രൂ ഔട്ട് ലോഡ് കൊടുത്തുകൊണ്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് റെസ്റ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ക്വാളിറ്റി കൂട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട പല കാര്യങ്ങളും തന്നെ സെറ്റിലാകുന്ന കാണാൻ പറ്റും. ഞങ്ങളൊക്കെ ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മിക്കവാറും 15 മണിക്കൂർ 16 മണിക്കൂർ ആഹാരം കഴിക്കാറില്ല. വളരെ ലൈറ്റ് ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് 1/3 ഫുഡ് മതി മനുഷ്യന് ജീവിച്ചിരിക്കാൻ. നമുക്ക് കഴിക്കുന്നത് വളരെ എക്സസ്സാണ്. ഒരു ലോറിയിൽ ലോഡ് വെച്ചിട്ട് നമ്മൾ ഒരു ആക്റ്റീവ കൊണ്ട് കെട്ടി വലിക്കുന്നതെന്ന് പറയുന്ന പോലെ അത്ര ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതൊരു മെഷീനും അതിനൊരു ലൈഫുണ്ടല്ലോ. അതി കൂടുതൽ ഒരാളുടെ ഇതിൽ നമ്മൾ ലോഡ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനിയെങ്കിലും ലൈറ്റ്, അതായത് നമ്മൾ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലുള്ള നമ്മളിവിടുത്തെ ഏജ് 60 വയസ്സ് റിട്ടയർമെൻറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രായം അങ്ങ് തീർന്നു, ഇനിയിപ്പോൾ അടുത്ത നടക്കാനുള്ളത് നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആണ്, പിന്നെ വേറെ ഒന്നും പ്രതീക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അന്നേരം നമ്മുടെ മുഖമൊക്കെ വാടി നമ്മൾ സംസാരിക്കുന്ന രീതി വേറെ. കാരണം ഇനി നടക്കാൻ പോകുന്ന ഇവൻ്റ് ഇനി അതാണെന്നുള്ളതാണ് ആൾക്കാരുടെ വിചാരം. 60 വയസ്സിലൊക്കെ തുടങ്ങുകയുള്ളൂ. 60 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഒരു ശരിക്കുള്ള ഒരാളുടെ ഒരു പീക്ക് പെർഫോമൻസ് കിട്ടേണ്ടത് ഒരു 60+ ആണ്. അതായത് ഒരാളുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് മുഴുവനും അയാൾ നാളെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഒരു പ്രായം 60 കഴിഞ്ഞിട്ടാണ്. അല്ലാതെ 60 കഴിയുമ്പോൾ തീർന്നു എന്നല്ല, 60 തുടങ്ങണം. അതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. നമ്മുടെ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മൾ ഇത്രയും കാലത്തെ അപ്സും ഡൗൺസും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്യാഷാക്കി മാറ്റണമെങ്കിൽ എക്സ്പീരിയൻസും നമ്മുടെ കോൺടാക്റ്റും ബന്ധങ്ങളും അതൊക്കെയാണ് അസറ്റ്. അത് നാളെ ക്യാഷാക്കി മാറ്റേണ്ട പ്രായം 60 കഴിയുമ്പോഴാണ്. കാരണം പ്രൊവൈഡർ നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കണം, ഹെൽത്ത് സീരിയസ് ആയ ഒരാളായിരിക്കണം. കണ്ണി കണ്ട ചപ്പും ചവറെല്ലാം തന്നെ നാട്ടിലെല്ലാവരും കൂടുന്ന എല്ലാ പരിപാടിക്കും പോയി അവർ തരുന്ന എനിക്ക് അത്ഭുതം തോന്നാറുള്ളൊരു കാര്യം, നമ്മൾ എത്ര ഡോൺ കെയർ ആയിട്ട് എത്ര ഒരു നിസ്സാര സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പോലും ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഈ സാധനത്തിന് കൊടുക്കുന്ന ഒരു ഫുഡിനെക്കുറിച്ചോ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ എത്ര പേര് നോക്കുന്നുണ്ട്. ഒരു കാറോ ഒരു 2 വീലറോ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുമാത്രം ആൾക്കാർ എത്ര കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ നോക്കുന്നു, എത്ര കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നു. അതിലൊരു പെട്രോൾ നമ്മൾ മോശമുള്ള ഒഴിക്കുമോ? നമ്മുടെ വീടിനടുത്തുള്ള പമ്പിലെ പെട്രോളോ ഡീസലോ മോശമാണെങ്കിൽ നമ്മളവിടെ അടിക്കുമോ? അടിക്കുകയില്ല. ഈ വണ്ടി ഓടിക്കുന്ന ആൾ എന്തെങ്കിലും ഉത്തരവാദിത്തം അദ്ദേഹം കഴിക്കുന്ന ഒരു ആഹാരത്തിന് ഈ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്, അവിടെ ആരാണ് ഉണ്ടാക്കുന്നത്, എന്ത് സാധനം അവിടെ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, എത്ര പേര് നോക്കുന്നുണ്ട്? ചുമ്മാ പോയി അവിടെ പോയി എന്തെങ്കിലും പറയുക, ആരാ ഉണ്ടാക്കുന്നതെന്നോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നോ, ഇതിനകത്ത് എന്താ ചേർത്തിരിക്കുന്നതെന്നോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ഫുഡാണ് എന്നൊക്കെ പറയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞിട്ട് അടിപൊളി എന്നുള്ള വാക്ക് തന്നെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാര്യം നമ്മൾ അടിക്കലും പൊളിക്കലും എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവാണോ, എങ്ങനെ ഇതൊക്കെ പോസിറ്റീവാണെന്ന് നമുക്കറിയാമല്ലോ ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ മൊത്തം ഒരുമാതിരി അടിപൊളി എന്നുള്ള ലെവലിലല്ലാതെ നമ്മൾ ലൈഫിനെ അതായത് നമ്മളെപ്പോഴും വേണ്ടത്, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി വിധേയത്വമാണ്, അല്ലേ? വിധേയത്വം, ലോയൽറ്റി ആരോടെങ്കിലുമൊക്കെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ആരെയാണ്? നമുക്ക് ഈ ഒരു സൃഷ്ടി, നമ്മളിവിടെ ഈ ഒരു ലോകത്ത് ജീവിച്ച് പോകാനൊരു അവസരം തന്ന എന്തെങ്കിലും ശക്തിയുണ്ടല്ലോ, നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രപഞ്ചമെന്നോ ദൈവമെന്നോ ഒക്കെ ഓരോരുത്തർ ഓരോ രീതി വിളിക്കുന്നു. നമ്മൾ അവരോട് നമുക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും ഉള്ള ഒരാൾക്ക് ഒരിക്കലും അവനവൻ്റെ ശരീരവും അവനവൻ്റെ അവയവം നശിപ്പിക്കാൻ പറ്റില്ല. റെസ്പോൺസിബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബ്രെയിൻ പലപ്പം വേറെ ഇതൊന്നും വിചാരിക്കണ്ട, മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ കോമാളിയാക്കുകയാണ്. ആ പ്രോസസ്സ് അല്ലേ, നമ്മുടെ ബ്രെയിനെ നമ്മൾ കോമാളിയാക്കുകയാണ്. നമ്മൾ ഏറ്റവും നമ്മുടെ ശരീരത്തെ ഏറ്റവും വിലപ്പെട്ട അവയവത്തിനെ നമ്മൾ കോമാളിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റെസ്പോൺസിബിളാണ്, എത്ര ഉത്തരവാദിത്തത്തോടെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞ് തന്നെ ചെയ്യണം.